السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 44-ാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ 44-ാമത്തെ ആയത്തിൻ്റെ പകുതിയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയാണ് ഇന്ന് വിശദീകരിക്കാനുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്ത ഇലാഹുകളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവർക്ക് ചില വിഭവങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ കൊടുക്കും. പക്ഷേ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കും. ഇതാണ് ആയത്തിൻ്റെ ഒരു ചുരുക്കം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بل متعنا هؤلاء وآباءهم حتى طال عليهم العمر بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين
അത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ബൽ മത്തഅനാ ഹഉലാഇ. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിരുന്നു. ഹഉലാഇ രണ്ടിടത്തും നീട്ടാണ്ട്, 5-6 അക്ഷരത്തിൻ്റെ നീളം നീട്ടണം. ഹഉല രണ്ട് സ്ഥലത്തും മധ്യക്ഷരത്തിന് ശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആബാഅഹും അവിടെയും അവിടെ നീട്ടാണ്ട്. പിന്നെ ഹത്താ ത്വാല അലൈഹിമുൽ ഉമറു. ഉമറു മീമിന് സുക്കൂനല്ല, ബമ്മാണ്. ഉംർ എന്നല്ല. ഉംർ എന്ന് ഖുർആനിൽ വേറെ സ്ഥലത്തുണ്ട്, പക്ഷെ ഇവിടെ ഉമർ എന്നാണ്. ഉമർ. ഹത്താ ത്വാല, താലല്ല തോല, മറ്റേ താണ്. ഹത്താ ത്വാല, ഒന്ന് താ ആണ്, മറ്റേ ത്വാണ്, രണ്ട് വ്യത്യാസമുണ്ട്. ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ. പിന്നെ അഫല യറൗന അന്നാ നഅതി. അന്ന അവിടെ നൂനെ മണിക്കണം. നഅതിൽ അർള നൻഖുസുഹ. നൻഖുസു എന്ന് ഓതാൻ പാടില്ല, നൻഖുസു അവിടെ മണിച്ചിട്ടാണത്. നൻഖുസുഹ മിൻ അത്റാഫിഹ. നൂനിനെ ഇൽഹാർ ചെയ്യണം, ശേഷം ഹംസയാണ്. അപ്പം മിൻ അത്റാഫിഹ എന്നില്ല, മിൻ അത്റാഫിഹ. അഫഹുമുൽ ഗാലിബൂൻ. അവിടെ വഖഫിൻ്റെ മദ്ദായതുകൊണ്ട് നീട്ടി നിർത്താം. പിന്നെ ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി. അവിടെ ഇന്നമ, അവിടെ നൂനിനെ മണിക്കണം, മീമിനെ നീട്ടണം. ഇന്നമ. പിന്നെ അടുത്ത നൂനിന് ഇഖ്ഫ. ഉൻദിറുക്കും ബിൽ വഹി. ഉൻദിറുക്കും ബിൽ വഹി എന്നല്ല, ഉൻദിറുക്കും ബിൽ വഹി. മീമിനെ മണിച്ചിട്ടാണെന്നുണ്ട്. ഉൻദിറുക്കും ബിൽ വഹി. വലാ യസ്മഉ സുമ്മു ദുആ. സുമ്മു അവിടൊക്കെ മീമിനെ മണിക്കണം. വലാ യസ്മഉ യസ്മഉ സീനാണ്, മറ്റേ സ്വാദാണ്. ഒന്ന് സീനാണ്, മറ്റേ സ്വാദാണ്. യസ്മഉ സുമ്മു ദുആ ഇദാ മാ യുൻദറൂൻ. അതുപോലെ വല ഇമ്മസ്സതുഹും. വല ഇമ്മസ്സ, വല ഇൻ. ആ നൂനെ മീമിലേക്ക് ഇദ്ഗാം ബിഗുന്ന, നൂനിന് മീമിലേക്ക് ചേർത്ത് മണിച്ചിട്ട് ഓതണം. വല ഇമ്മസ്സത്ത്. അവിടെ അപ്പോൾ നൂനിൻ്റെ ഉച്ചാരണം ഉണ്ടാവില്ല. വല ഇമ്മസ്സ, വല ഇമ്മസ്സ, വല ഇൻ മസ്സ എന്നല്ല, വല ഇമ്മസ്സത്തുഹും നഫ്ഹത്തും. അതേപോലെ തന്നെ നഫ്ഹത്തും അവിടെ തൻവീനുണ്ട്, നഫ്ഹത്തു എന്നുള്ള, പക്ഷേ ആ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം ബിഗുന്ന. നഫ്ഹത്തും മിൻ അദാബി റബ്ബിക ലയഖൂലുന്ന. അവിടെ നൂനെ മണിക്കണം. പിന്നെ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. യാ വൈലനാ എന്നുള്ളിടത്ത് നിട്ടണം. പിന്നെ ഇന്നാ കുന്ന എന്നുള്ളിടത്തൊക്കെ മണിച്ചിട്ടാണ് ഓതേണ്ടത്. അപ്പോൾ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ബൽ മത്തഅനാ ഹഉലാഇ വ ആബാഉഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ. അങ്ങനെ ഈ വിഭാഗം ആളുകൾക്ക് നാം മത്താ നൽകി, അവിടെ കാക്കക്കാരന്മാർക്ക് നാം മത്താ നൽകി. അങ്ങനെ അവസാനം അവരുടെ ഉംറൊക്കെ വയസ്സൊക്കെ നല്ലോണം അധികരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അഫലാ യറൗന. അഫലാ യറൗന എന്ന് പറഞ്ഞ എന്താർത്ഥം? റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറ എന്ന് പറഞ്ഞാൽ അവർ കണ്ടു. അപ്പൊ യറൗന എന്ന് പറഞ്ഞാൽ അവർ കാണുന്നു. അപ്പൊ അഫലാ യറൗന, അവർ കാണുന്നില്ലേ. ഈ അവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കത്തെ മുശ്രിക്കുകളാണ്. അപ്പൊ മുശ്രിക്കുകളായ ആളുകൾ കാണുന്നില്ലേ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റഅ എന്ന ഫിഅല് 2 അർത്ഥത്തിൽ വരും. റഅ ഒന്ന് ഖൽബിയ, അതുപോലെ തന്നെ ബസരിയ. റഅ 2 ഉണ്ട്, ഖൽബിയ ബസരിയ. റഅ ഖൽബിയ എന്ന് പറഞ്ഞാൽ അലിമ എന്നർത്ഥം. അലിമ മനസ്സിലാക്കി. അവന് 2 മഫ്ഊൽ ഉണ്ടാവും. ഇതിന് 2 മഫ്ഊലുകൾ ഉണ്ടാവും. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ കർമ്മം ഉണ്ടാവും 2. അപ്പോൾ
റഅയ്തു സൈദൻ ആലിമൻ, റഅയ്തു സൈദൻ ആലിമൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ സെയ്ദിനെ ഒരു ആലിമായി മനസ്സിലാക്കി. എന്നാൽ റഅയ്തു സൈദൻ എന്ന് മാത്രം പറഞ്ഞാലോ? ഞാൻ സെയ്ദിനെ കണ്ടു. അപ്പം രണ്ട് റഅ എന്ന് പറഞ്ഞാൽ റഅ ഖൽബിയ അഥവാ അലിമ എന്നർത്ഥം, മനസ്സിലാക്കി. റഅ ബസരി എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടു. അപ്പം ഇതിനാണ് രണ്ട് മഫ്ഊൽ ഉണ്ടാവും. അതായത് റഅയ്തു സൈദൻ ആലിമൻ, ആലിമായിട്ട് ഞാൻ കണ്ടു. ബസരിയാണെങ്കിൽ ഒറ്റ മഫ്ഊൽ ഉണ്ടാവും. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ കർമ്മം. അപ്പോൾ ഈ ഫീല് എന്തിൻ്റെ മേലാണോ ചെയ്യപ്പെടുന്നത് അതാണ് കർമ്മം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് റഅയ്തു സൈദ് എന്ന് പറഞ്ഞാൽ ഞാൻ സെയ്ദിനെ കണ്ടു. അവിടെ അലിമ അർത്ഥത്തിലല്ല, നേർക്കുനേരെ കണ്ടുകൊണ്ട് കണ്ടു. അപ്പം ഇവിടെ നോക്കി, അഫലാ യറൗന, അവർ കാണുന്നില്ലേ. ഇവിടെ രണ്ട് മഫ്ഊലുണ്ട്. അപ്പം ഇവിടെ അലിമ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുക. അവർ മനസ്സിലാക്കുന്നില്ലേ, അറിയുന്നില്ലേ. എന്താണ് അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ അന്ന, ഇങ്ങനെയാണ് നാം. അന്ന നിശ്ചയമായും നാം. നഅ്തിൽ അർള, നഅ്തി എന്ന് പറഞ്ഞാൽ അത്തായത്തി എന്ന് പറഞ്ഞാൽ എന്താ? വരുന്നു. അപ്പം നഅ്തിൽ അർള, നാം ഭൂമിയിലേക്ക് വരുന്നു. ആ ഭൂമിയിലേക്ക് നാം വരുന്നതായിക്കൊണ്ട് അവർ കാണുന്നില്ലേ. എങ്ങനെ? നൻഖുസുഹ, നഖസ എന്ന് പറഞ്ഞാൽ ചുരുക്കി എന്നർത്ഥം. നഖസ, നഖസ എന്ന് പറഞ്ഞാൽ ചുരുക്കി എന്നർത്ഥം. നാഖിസ്. അപ്പം നൻഖുസു എന്ന് പറഞ്ഞാൽ നാം ചുരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നാം ചുരുക്കുന്നവനായിക്കൊണ്ട്. ഈ ഹ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് കേട്ടോ. അപ്പോൾ ഭൂമിയെ നാം ചുരുക്കിക്കൊണ്ടിരിക്കുന്നതായി, അങ്ങനെ നാം അവരിലേക്ക് വരുന്നതായിക്കൊണ്ട് അവർ കാണുന്നില്ലേ. എവിടുന്ന് ചുരുക്കുക? മിൻ അത്റാഫിഹ, ത്വറഫ് എന്നുള്ളൊരു ജമ്മാണ് അത്റാഫ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൗത്താഹിൽ ആ നിസ്കാരത്തിൻ്റെ ത്വറഫയിൽ നഹാരി എന്നൊക്കെ പറഞ്ഞില്ലേ. ത്വറഫ് എന്ന് പറഞ്ഞാൽ അറ്റം, അതിൻ്റെ ജമ്മാണ് അത്റാഫ്, അറ്റങ്ങൾ. ത്വറഫിൻ്റെ ജമ്മാണ് അത്റാഫ്. അപ്പോൾ ആ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നാം അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നതായിക്കൊണ്ട് അവർ കാണുന്നില്ലേ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? 2-3 വ്യാഖ്യാനങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾ പറയാണ്, അവരുടെ ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കുന്നതായിക്കൊണ്ട് അവർ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ വ്യാഖ്യാനം എന്താ ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതിപ്പോൾ സൗദി അറേബ്യ ആണെങ്കിൽ ഇവിടെയാണ് മക്ക, ഇവിടെയാണ് മദീന. ഇത് മക്ക, ഇത് മദീന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അധികാരം കിട്ടിയോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് എവിടേക്ക് ഹിജ്റ പോയി? മദീനയ്ക്ക് ഹിജ്റ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. ആ മദീനയിലെ ഹിജ്റയ്ക്ക് ശേഷം പല യുദ്ധങ്ങളും നടന്നപ്പോൾ മദീനയുടെ ബൗണ്ടറി വികസിച്ച് വരികയാണ് അല്ലേ. കാരണം ഇസ്ലാമിക രാജ്യം എന്താണ്? വലുതായി വരില്ലേ. അങ്ങനെ വലുതായി വന്നു മാത്രമല്ല, അവസാനം ഒടുക്കെത്തി മക്ക വിജയിച്ചടക്കുന്ന ഹിജ്റ 8-ാമത്തെ വർഷം എന്ത് ചെയ്തു? മക്കയടക്കം വിജയിച്ചടക്കി. അപ്പം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്ന ഭൂമി ശരിക്കും ആരുടെ കയ്യിലുള്ളായിരുന്നു? മുശ്രിക്കുകളെ. അപ്പം അവരുടെ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നാം അവരിലേക്ക് ഇങ്ങനെ, അഥവാ നമ്മുടെ റസൂലുള്ളാഹിന്റെ ദീന് അവരിലേക്ക് എന്ത് ചെയ്യാണ്? എത്തി അവരുടെ ഭൂമി മുസ്ലിമീങ്ങളുടെ കയ്യിലായി. അവരുടെ ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ത് ചെയ്യുന്നു? വളർന്നുകൊണ്ടിരിക്കുന്നു. ഷിർക്കിൻ്റെ ആളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് അവർ കാണുന്നില്ലേ? കാരണം അവർ വിചാരിച്ചത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മദീനയിൽ നിന്നാണ് പുറത്താക്കി കഴിഞ്ഞാൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറത്താക്കി കഴിഞ്ഞാൽ അതോടുകൂടി എന്ത് ചെയ്തു? ഇസ്ലാമിൻ്റെ കഥ കഴിഞ്ഞ്, നമുക്ക് സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നിൽക്കാം എന്ന ഒരു ചിന്തയായിരുന്നു മക്കത്തെ മുശ്രിക്കിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അവരുടെ ഭൂമി അഥവാ ഭൂമിയുടെ തൊറഫുകളിൽ നിന്ന് നാം അതിനെ ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ. അപ്പം അതിന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിനകത്ത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും?
കാരണം മക്കത്ത് മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മക്ക രാജ്യം ഹിജ്റ 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴടക്കിയപ്പോൾ പിന്നെ അവിടെ ഒക്കെ മുസ്ലിമായല്ലോ. ഇനി ഒന്നുകിൽ അവിടുന്ന് പുറത്തു പോവുക, അതല്ലെങ്കിൽ അവിടെ ദിമ്മിയായിക്കൊണ്ട്, അഥവാ എന്താ പറയുക, കരം കൊടുത്തുകൊണ്ട്, ജിസിയ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, താമസിക്കണം. അന്നേരം മുസ്ലിങ്ങളുടെ കീഴിൽ അടിമകളായിട്ട് താമസിക്കണം. അങ്ങനെ അതിനാവില്ല എന്നുള്ളതൊക്കെയാണ് കുറേ ആൾക്കാർ ഇക്രിമത്തിൻ്റെ അബൂജഹലിൻ്റെ മോനെ ഇക്രിമൊക്കെ അടക്കം പോയി അവസാനം കടന്ന് പിന്നെ എന്താ കപ്പലിങ്ങനെ ആടിയപ്പം അള്ളാഹിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അള്ളാഹിനെ വിളിക്കാൻ പോയി യുവരാജ് കണ്ടപ്പം ഇവിടുന്ന് പോണേ അവിടെ വഴിയിൽ നിന്ന് പിന്നെ അള്ളാഹിനെ വിളിക്കാൻ വെച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചതും മുസ്ലിമായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഭൂമി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അൽ ഇസ്ലാമു യഅലു വലാ യുഅല, അൽ ഇസ്ലാമു യഅലു എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമുക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പിന്നെ ഈ പ്രവാചകൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ പ്രദേശങ്ങളൊക്കെ ഏകദേശം ജസീറത്തുൽ അറബ് ഏകദേശമൊക്കെ ഇസ്ലാമിൻ്റെ കീഴിലായി. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ആഫ്രിക്കയിലേക്കും അതുപോലെ തന്നെ പേർഷ്യയിലേക്കും റോമിലേക്കൊക്കെ ഇസ്ലാം എത്തി. പേർഷ്യ റോമൊക്കെ എവിടെ കിടക്കണ്? വിദൂരമായ സ്ഥലത്താണ് കിടക്കണത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലേക്ക് വരെ എത്തി. ശരിയല്ലേ? മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അത് ഇന്ത്യയുടെ അതിർത്തി വരെ എത്തി. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏകദേശം സൗദിൻ്റെ ഇവിടെ ഏകദേശം ഈ ഭാഗത്താണ് വരിക. അപ്പം ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടേക്ക് വരെ ഇസ്ലാം എത്തുന്ന അവസ്ഥ ഉണ്ടായി. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കി, ഇന്നിപ്പോൾ ഇസ്ലാമിൻ്റെ ശബ്ദമില്ലാത്ത ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവായിരിക്കും, എന്നാലും ഇസ്ലാമിൻ്റെ ഒരു ശബ്ദമല്ലേ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭൂമിയുടെ അവസാനമാകുമ്പോൾ ഉലാ ബൈത്ത മദരിൻ വലാ വബരിൻ, ഒരു കുടിലും കൊട്ടാരവും ഇസ്ലാമിൻ്റെ സന്ദേശമെത്താത്ത സ്ഥലം ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ ഏത് കൊട്ടാരത്തിലും ഏത് കുടിലിലും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തും. അത് അള്ളാഹ് എത്തിക്കും. നമ്മൾ അതിന് പരിശ്രമിക്കണില്ലെങ്കിൽ അള്ളാഹ് നമ്മളെ മാറ്റിയിട്ട് എന്ത് ചെയ്യും? വേറെ കൗമിനോട് കൊണ്ടുവരും. അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ ദീൻ എത്തിക്കലാണ് ആവശ്യം. അതിനിപ്പോൾ നമ്മളെ തന്നെ ഉപയോഗിക്കണം എന്ന് അള്ളാഹ്ക്ക് എന്തില്ല, നിർബന്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇസ്തബ്ദിൽ ഖൗമിൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു കൗമിന് അള്ളാഹ് എന്ത് ചെയ്യും? വേറെ അവിടെ കൊണ്ടുവരും. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഭാഗവാക്കാകുന്നതിനുണ്ടാകുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാണ്ട് നമ്മൾ മടച്ചാൻ്റെ ദീൻ എത്തിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഭാഗവാക്കാകുക. അപ്പോൾ അവിടെ ഇതാണ് ഒന്നാമത്തെ ഉദ്ദേശം. എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ ഭൂമി വളരുകയും അവരുടെ ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അവർ കാണുന്നില്ല. ഇതവർക്ക് ദൃഷ്ടാന്താണ്. കാരണം ഇസ്ലാം അതുകൊണ്ടാണ് അബൂ സുഫിയാനോട് അന്ന് ഹർക്കൽ ചക്രവർത്തി ചോദിച്ചിരുന്നു, ഈ ദീന് വളരുകയാണോ അതല്ല ചുരുങ്ങുകയാണോ? അബൂ സുഫിയാൻ അന്ന് മുശ്രിക്കായിരുന്ന അബൂ സുഫിയാൻ കൊടുത്ത മറുപടി എന്താ? ആളുകൾ കൂടുകയാണ്, കുറയണില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആരും കൊണ്ട് പോരുന്നില്ല. ഇനി പോരുന്നുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിൻ്റെ കേടുകൊണ്ട് പോരില്ല, ഓൻ്റെ കേടുകൊണ്ട് പോരുകയാണ്. അത് ചിലത് സംഗതികൾ വെച്ചാൽ ഇപ്പം ശരീരത്തിനുള്ളിലേക്ക് അതിന് പറ്റാത്ത എന്തെങ്കിലും വന്നാൽ അതെന്ത് ചെയ്യും? പുറത്താക്കും. അത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ്. അപ്പം നമ്മൾ കാലൊരു മുള്ള് ഇവിടെ തറച്ച് നോട്ടിക്കോളി, 2 ദിവസം കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? 2 ദിവസം കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? പഴുക്കും. എന്തിനാ പഴുക്കണ്? ആ പഴുത്തിട്ട് അവിടെ നോർമലാണ് എന്ന് പറഞ്ഞാൽ ഒരു ദ്രവരൂപത്തിലാകണം അവിടെ. ആ ദ്രവരൂപത്തിലായാൽ മുള്ളെന്ത് ചെയ്യും? പുറത്ത് കാണും. മറ്റിങ്ങനെ തറച്ചെന്നാലും എന്ത് ചെയ്യൂല? അവിടെ ഇറച്ചിയിലിങ്ങനെ തറച്ചെന്നാൽ പുറത്ത് പോരില്ല. ആ ഇറച്ചി ഇങ്ങനെ നോർമലായി ഒരു ചലൊക്കെ വന്ന് അപ്പോൾ ഒരു ദ്രാവരൂപത്തിലാവുമല്ലോ. ആ ദ്രാവരൂപത്തിലാവുമ്പോൾ അത് പുറത്ത് കാണും. അങ്ങനെ ഇസ്ലാമിക ശരീരത്തിൽ അതിൻ്റെ ഉള്ളിൽ പറ്റാത്ത പലതിനും എന്ത് ചെയ്യും? ഇസ്ലാമിൻ്റെ അടുത്ത് പുറത്ത് വിടും. അങ്ങനെ കുറേ മുർത്തദ്ദീകൾ പോണേ. മനസ്സിലായില്ലേ? അതല്ല ഇസ്ലാമിൻ്റെ കുഴപ്പമില്ല, അത് ഇസ്ലാമിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹത്താ യമീസുൽ ഖബീസ് മിനത് ത്വയ്യിബ്, ആയത്ത് ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്ത് ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب. സൂറത്തു ആൽ ഇംറാനിലെ 179 ആയത്താണ്. അള്ളാഹ് പറയും, മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹ് അങ്ങനെ വെറുതെ നിർത്തൂല.
എന്ത് ചെയ്യും? ഹത്ത ആലാമ അൻതും അലൈ, ഇപ്പം നിങ്ങളുടെ നിലപാടിൽ അത് നിർത്തും നിങ്ങൾ വിചാരിക്കണ്ട. ഹത്ത യമീസൽ ഹബീസ മിന ത്വയ്യിബ്, ഈ ഹബീസും ത്വയ്യിബ് അഥവാ മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹബീസുകളെയും ത്വയ്യിബുകളെയും അള്ളെന്ത് ചെയ്യും? വേർതിരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോണ്, കുറച്ച് ആൾക്ക് അങ്ങോട്ട് പോണ്, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോണ്. അതാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രക്രിയയുടെ ഭാഗമാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്തിൻ്റെ കാലത്ത് കുറച്ച് ആൾക്കാർ പിന്നെ ഉഹുദ് യുദ്ധത്തിന് പോയി, കുറച്ച് ആൾക്കാർ തിരിച്ചു വന്നില്ലേ? റസൂലുള്ളാഹി മരിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ പുറത്തുപോയി. പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് യുദ്ധം ഉണ്ടായപ്പോൾ കുറച്ച് ആൾക്കാർ ഷിയാക്കളായിപ്പോയി, കുറച്ച് ആൾക്കാർ ഖവാരിജികളായിപ്പോയി, പിന്നെ കുറച്ച് ആൾ മുഅ്തസി. ഇതൊക്കെ പോണ എവിടുന്നാ? അഹ്ലുസുന്നന്നാണ്. ഈ ഇതിൻ്റെ ഉള്ളിന്നാ പോണത്, അല്ല പുറത്തുനിന്ന് പോവല്ല. പുറത്ത് വേണമെങ്കിൽ ഇതിന് പ്രശ്നം ചെല്ലും. എല്ലാം പോണത് ഇതിൻ്റെ ഉള്ളിന്നാ. ശരി, അതാണ് ഹത്തായി മിസുൽ ഹബീസ് മിന ത്വയ്യിബ് എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം, അഥവാ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ശരിക്കിപ്പോൾ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ തൂണാണ് അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ പിന്നെ എന്താ പറയുക നേതാക്കന്മാരും ആണല്ലോ. ഒരു നേതൃത്വമില്ലാതിരുന്നാൽ, ഒരു നേതാവ് ഇല്ലാതിരുന്നാൽ ആ രാജ്യം എന്താവും? കുട്ടിച്ചോറാവും. ശരിക്കും മക്ക രാജ്യം യഥാർത്ഥത്തിൽ ബദറോടുകൂടി എന്ത് സംഭവിച്ചു? ബദർ യുദ്ധത്തോടുകൂടി എന്ത് ചെയ്തു? ചരിത്രത്തിൽ കാണാം, അക്ബാദു മക്ക, അതായത് മക്കയുടെ കരളാണ് ശരിക്ക് ബദറിൽ പിഴുതെടുത്തപ്പെട്ടത്. എന്നാൽ മക്കയിൽ ഉണ്ടായിരുന്ന പ്രമുഖന്മാരായ പ്രധാനികളെല്ലാം എന്ത് ചെയ്തു? ബദറിൽ കൊല്ലപ്പെട്ടു. അല്ല, അബൂ സുഫിയാനും അതുപോലെ തന്നെ അബൂ ലഹബ് മാത്രമാണ് രക്ഷപ്പെട്ടു. അബൂ സുഫിയാൻ പിന്നെ കൊല്ലപ്പെട്ടിട്ടില്ല, പിന്നെ രക്ഷപ്പെട്ടു പോയതല്ലോ. അതുപോലെ തന്നെ അബൂ ലഹബിനൊപ്പം എന്ത് ചെയ്തില്ല? യുദ്ധത്തിന് വന്നിട്ടില്ല. അബൂജഹൽ അടക്കമുള്ള അതുലൊക്കെ എന്ത് ചെയ്തു? മക്കയിൽ കൊല്ലപ്പെട്ടു, ബദറിൽ കൊല്ലപ്പെട്ടു. അപ്പം ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട, അതാണ് മിൻ അത്റാഫിയ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ മിൻ അലാമിഹ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനികൾ. അപ്പം മക്കയിലെ മുശ്രിക്കുകൾ അടക്കമുള്ള അവിടുത്തെ പ്രധാനികളുടെ മരണത്തെയാണിത് സൂചിപ്പിക്കുന്നത് എന്നും മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ വ്യാഖ്യാനമാണ് കുറച്ചുകൂടി നല്ല വ്യാഖ്യാനം, അല്ലാഹു അലം. പിന്നെ മൂന്നാമത്തൊരു വ്യാഖ്യാനം കൂടി ഇപ്പം ആധുനികരായിട്ടുള്ള ചില മുഫസ്സിരിങ്ങളൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം ഭൂമിയുടെ പിന്നെ ഇതിപ്പോൾ ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ എത്രയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ 2/3 വെള്ളമാണ്. 2/3 വെള്ളമല്ലേ? അപ്പോൾ നോക്കിക്കോ, എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ഇത് നമ്മൾ 3 തിരിച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ എന്താണ്? വെള്ളം. ആകപ്പാട് അത്രയേ ഉള്ളൂ ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യന് വസിക്കുന്ന ഇത്രേ ഉള്ളൂ. അപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ ഈ ഭൂമിയും ഈ എന്താ പറയുക മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള ഭൂമി എന്ത് ചെയ്താണ്? കുറഞ്ഞു വരികയാണ്, കടല് കയറി വരികയാണ്. അതിലേക്കുള്ളൊരു സൂചനയായിരിക്കാം ഇത് എന്നും പറഞ്ഞ ചില ആധുനിക പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അലം, നമുക്കറിയില്ല. ഏതായാലും കര കുറഞ്ഞു വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കര കുറഞ്ഞു വരുന്നു എന്നുള്ളത് എന്താണ്? ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പണ്ട് നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ കോഴിക്കോട് ബീച്ച് പോയിത് പിന്നെ അത്ര ബീച്ച് ഇപ്പം ഉണ്ടോ? ആരും ബീച്ച് പോയില്ലേ? കുറേ കയറി വന്നിട്ടുണ്ട്. കടൽ ബേപ്പൂരിൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ പറഞ്ഞത് ഇതിന് വ്യാഖ്യാനം പറയാനില്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞ ചില ആൾക്കാരുണ്ട്. കാരണം ഭൂമി അഥവാ മനുഷ്യവാസയോഗ്യമായ സ്ഥലം കുറഞ്ഞു വരികയും കര എന്ത് ചെയ്യുന്നു? ചുരുങ്ങി വരികയും ചെയ്തു. അതാണ് നെൻകുസ്വാമിൻ അത്റാഫിയ. ശരിക്കും ഭൂമിയുടെ തൊറഫാണുള്ളത്. ഇത് കടലിൻ്റെ ഇതിപ്പോൾ സമുദ്രമാണെങ്കിൽ ആ സമുദ്രം എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ തൊറഫാണല്ലോ, കരയുടെ അറ്റാണല്ലോ ഈ സമുദ്രതീരം എന്ന് പറഞ്ഞാൽ. അപ്പം ആ തീരങ്ങൾ കുറഞ്ഞു വരുന്ന പറഞ്ഞാൽ ഭൂമിയുടെ അറ്റം എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് വരുന്നതായിക്കൊണ്ട് അവർ കാണുന്നില്ല. അല്ല, അത് ഹിജ്റ പോണതിനെ പറ്റി പറഞ്ഞു. അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വല്ലാഹി വാസി, അള്ളാഹിൻ്റെ ഭൂമികൾ വിശാലാണെന്ന് വേറെ എവിടേക്കെങ്കിലും ഹിജ്റ വെക്കോടി എന്നുള്ള അർത്ഥത്തിലാണ്.
അതല്ലാതെ അതും ആ അർത്ഥം ശരി തന്നെയാണ്. കാരണം ഇവിടെ താമസിക്കാൻ കഴിയില്ലെങ്കിൽ വേറെ സ്ഥലത്ത് എന്ത് ചെയ്യാം, നമുക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടാവും. പക്ഷെ അവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോഴും സാധാരണ പറയല് ഹിജ്റ എന്ന് പറഞ്ഞാൽ ചട്ടിന്ന് അടുപ്പിക്ക് ചാടലല്ല. ചട്ടിന്ന് അടുപ്പിക്ക് ചാടാറ് എന്താ, തീ കുറച്ച് ചൂട് കുറവയ്ക്കാരം ചട്ടിയിൽ, കൂടുതലയ്ക്കാരം അവിടെ അടുപ്പിൽ. അതിന് ഹിജ്റ എന്നല്ല പറയാ. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രയാസത്തിലേക്ക് ഹിജ്റ പോകുക എന്നുള്ള ഇസ്ലാമിൽ. ഇവിടെയുള്ള പ്രയാസത്തേക്കാൾ കുറച്ച് ആശ്വാസം കിട്ടുന്നിടത്തേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹിജ്റ പോകാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പം പിടിച്ച ആൾക്കാർ യമനിക്കാണ് പോകണേ, യമനിൽ പോയിട്ട് എന്താ ഇത്ര സ്വാതന്ത്ര്യം ഉണ്ട് യമനിൽ? ദൂരെ ക്ലാസ് എടുക്കാൻ കഴിയും, ബാങ്ക് കൊടുക്കാൻ കഴിയും. അതൊക്കെ ഒരുപാട് റിസ്ട്രിക്ഷൻ അവിടെ വേറെ ഉണ്ട്. അപ്പം അത് പിന്നെ അങ്ങനെയല്ല ഇസ്ലാമിൻ്റെ ഹിജ്റ എന്ന് പറയുമ്പോൾ. അങ്ങനെ പോവുകയാണില്ല, ലോകത്തെല്ലായിടത്തും പോകണ്ടേ, മുസ്ലിങ്ങളൊക്കെ പോകണ്ടേ. ഒരാൾക്ക് ഫർദാണെങ്കിൽ ഒരാൾക്ക് മാത്രം ഫർദ, എല്ലാവർക്കും ഫർദാവല്ലേ. അപ്പോൾ ഈ 3 വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അല്ലാഹു അലം. ആദ്യത്തെ വ്യാഖ്യാനമാണ് കുറച്ചുകൂടി മുസ്ലിങ്ങളൊക്കെ പ്രാമുഖ്യപൂർവ്വം കൊടുത്തിട്ടുള്ളത്. അതായത് ഇസ്ലാമിൻ്റെ ഭൂമി എന്ത് ചെയ്യുന്നു, വിശാലമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റുള്ളവരുടെ ഭൂമി ഇപ്പോൾ ഇവിടെ നോക്കിക്കോ. പിന്നെ മൊത്തത്തിൽ ഭൂമി അല്ലെങ്കിൽ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 3 രാജ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഒന്ന് ദാറുൽ ഇസ്ലാം, ഒന്ന് ദാറുൽ കുഫർ, മറ്റൊന്ന് ദാറുൽ മുആഹദ എന്ന് പറയും. ഒന്ന് ദാറുൽ ഇസ്ലാം. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്ലാമിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണങ്ങളൊക്കെ ഉള്ള മുസ്ലിമീങ്ങൾക്ക് അധികാരമുള്ള സ്ഥലം, അതാണ് ദാറുൽ ഇസ്ലാം. ദാറുൽ കുഫർ എന്ന് പറഞ്ഞാലോ ഇസ്ലാമിൻ്റെ ഭരണമല്ല, ഇസ്ലാമികമല്ലാത്ത ഭരണമാണ്. അതുപോലെ തന്നെ പിന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ഭൂമിയാണത്. മനസ്സിലായത്? ഇപ്പം മൂന്നാമത്തേതാണ് ദാറുൽ മുആഹദ എന്ന് പറയും. പരസ്പരം അഹദിൽ കഴിയുന്ന, അതായത് കരാറിൽ കഴിയുന്ന ഭൂമി. അപ്പം നമ്മൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പേരില വിടുക ദാറുൽ മുആഹദൻ. ചില ആൾക്കാർ ഇന്ത്യ ദാറുൽ മൗദൂദി സാഹിബൊക്കെ പറഞ്ഞു വെച്ചാൽ ദാറുൽ കുഫറാണ് ഇന്ത്യ, അതുകൊണ്ട് ദാറുൽ കുഫറിന്ന് ദാറുൽ ഇസ്ലാമായ പാകിസ്ഥാനിലേക്ക് ഹിജ്റ പോകണം. അതുകൊണ്ട് ഇനി ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ദാറുൽ കുഫറുള്ള മുസ്ലിങ്ങളും ദാറുൽ ഇസ്ലാമുള്ള മുസ്ലിങ്ങളും തമ്മിൽ കല്യാണം കഴിച്ചാൽ പോലും എന്താവില്ല, ശരിയാവില്ല. കാരണം ഇന്ത്യയിലുള്ള മുസ്ലിമിന് പാകിസ്ഥാനിലെ പെണ്ണിനെ കെട്ടാൻ പറ്റില്ല, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഉണ്ട് പറഞ്ഞിങ്ങനെ ബാക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ അത് രാഷ്ട്രവാദി ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല പിള്ള സമയമൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം കാക്ക കുളിച്ചാൽ കൊക്കാവില്ലല്ലോ. നമ്മൾ എത്ര കുളിച്ചിട്ടും കാര്യമില്ല, ആ കറുപ്പം ചെയ്യൂല, പോവില്ല. ഒരു കോള് കുറേ കുളിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ നടക്കൂല. ഇപ്പം ദാറുൽ മുആഹദ ഇവിടെ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞതാണ്. ഇത് മാത്രമല്ല, ചിലപ്പോൾ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞാൽ ദാറുൽ ഇസ്ലാമിൻ്റെ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞതിൽ ബാങ്ക്, റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബാങ്ക് കേട്ടാൽ യുദ്ധം നിർത്തണം. നിങ്ങൾ സ്ഥലത്തേക്ക് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം, യുദ്ധം നിർത്തണം. അത് മുസ്ലിമീങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം. പിന്നെ അവർക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. ഇവിടെ ചില തീവ്രവാദികൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇന്ത്യയോട് യുദ്ധം ചെയ്യണം. ഇന്ത്യയിൽ ഏത് സ്ഥലത്തു നിന്നാ പിന്നെ ഇപ്പം ഞാനിപ്പോൾ 4 വർഷം ബനാറസിൽ നിന്ന ആളാണ്. 4 വർഷം ബനാറസ് എന്ന് പറഞ്ഞാൽ കാശി, ഇന്ത്യയിലെ പിന്നെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ സ്ഥലമാണല്ലോ കാശി എന്ന് പറഞ്ഞാൽ. അവിടെ ബാങ്കോട് ബാങ്കാണ്. എത്ര ഒരു ബാങ്ക് നമ്മൾ സാധാരണ നമ്മളിവിടെ ടൗണിലൊക്കെ 5-6 പള്ളി, അവിടെ ഇഷ്ടംപോലെ പള്ളികൾ, ഇഷ്ടം പോലെ ബാങ്കാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യുക. അതുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രം ഡൽഹിയിൽ പോയി നോക്കി നിങ്ങൾ, അതുപോലെ തന്നെ ഏത് ടൗണിൽ പോയി നോക്കിയാൽ ഇപ്പം നമ്മളെ നാട്ടിൽ നോക്കി നിങ്ങൾ എത്ര ബാങ്കാണ്. അപ്പം നമുക്ക് തന്നെ ചുരുക്കി ഒരു ബാങ്ക് മതി എന്നുള്ളതാണ് നമ്മളെ പല ആളുകളുടെ അഭിപ്രായം. ഒരു അങ്ങാടിയിൽ നിന്ന് ഒരു ബാങ്ക് മതി എന്നൊക്കെ പറഞ്ഞു. ബാങ്ക് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അതായത് ഒരു മുസ്ലിമിൻ്റെ ദാറുൽ ഇസ്ലാമിൻ്റെ ചില അടയാളങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ ബാങ്ക് കേൾക്കുക എന്നുള്ള, ഇസ്ലാമത്തിൽ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ ശരിക്ക് പിന്നെ നമുക്കിവിടെ
അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അള്ളാഹുവല്ലോ കേട്ടോ, നമുക്കറിയില്ല. കാരണം ഇപ്പം എന്താ ഇപ്പം നമ്മൾ വിളിച്ചറിയണേ? അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി പറയണതേ. എന്താ പിന്നെ അർത്ഥം? അതല്ലാതെ വേറെ ഇലാഹില്ല, നിങ്ങളെ ഇലാഹൊക്കെ പത്തിലാണെന്നല്ല ഇപ്പം പറഞ്ഞ്. നിങ്ങൾ ആലോചിച്ചൊക്കെ 5 നേരം ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ അതൊക്കെ നോക്കൊക്കെ വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. കാരണം അതൊക്കെ പോലും ഇങ്ങനെ ഓരോന്നിങ്ങനെ പിന്നെ ചുരുക്കി 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 കൊണ്ടുവരണം. അപ്പോൾ അതാ വഖഫിൽ ഇനി വരാൻ പോവാണ്. അള്ളാഹു ആലം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇത്. പിന്നെ അള്ളാഹു പറയാണ് അഫഹുമുൽ ഗാലിബൂൻ, അപ്പോൾ അവർ അതിജയിക്കുന്നവരാണോ? ഗലബ എന്ന് പറഞ്ഞാൽ അതിജയിക്കുക എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീന് വലുതായി 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 വരികയാണ്. മാത്രമല്ല അഫഹുമുൽ ഗാലിബൂൻ, ഗാലിബ് എന്ന് പറഞ്ഞാൽ അതിജയിക്കുന്നവെന്നർത്ഥം, അതിജയിക്കുക. അപ്പം അഫഹുമുൽ ഗാലിബൂൻ, അപ്പോൾ അവർ അതിജയിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹിൻ്റെ ഈ ദീനിൻ്റെ വളർച്ചയെ അതിജയിക്കാൻ അവർക്ക് എന്ത് ചെയ്യൂല? സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് പിന്നെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കുൻ, അല്ലെങ്കിൽ വലൗ കരിഹൽ കാഫിർ. കണ്ടോണ്ട് പറയാം. അപ്പോൾ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ദീനിൻ്റെയും ളുഹൂർ എന്ന് പറഞ്ഞാൽ എല്ലാ ദീനിൻ്റെയും മുകളിൽ ആര് വരും? ഇസ്ലാം വരും. അതിന് ഇവിടുത്തെ കാഫിര്യങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും എത്ര വെറുപ്പുണ്ടായിട്ടും കാര്യമില്ല, ഒരു എന്തൊക്കെ കുതന്ത്രം പറ്റിയും കാര്യമില്ല. അതാണ് ചോദിക്കുക അഫഹുമുൽ ഗാലിബൂൻ, അവർ അതിജയിക്കുന്നവരാണോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിനെ അതിജയിക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ അതിജയിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അതിന് ആ ഭാഗത്ത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അപ്പം ഇനി ഇസ്ലാമിൻ്റെ അതിജയിക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ നമ്മളെ പറ്റില്ലെങ്കിൽ അള്ളാഹ് മാറ്റിയിട്ട് വേറെ ആൾക്കാരോടെ കൊണ്ടുവരും. അള്ളാഹ്ക്ക് ഇപ്പം എന്താ ആൾക്കാർ ഹിദായത്ത് കൊടുത്തിട്ട് കൊണ്ടുവരാൻ വലിയ പണിയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് താർത്താരികൾ ഇസ്ലാമിന് ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ. പക്ഷെ അവസാനം ഇത് ഒക്കെ അള്ളാഹ് മുസ്ലിമാക്കി. ഓരെന്ത് ചെയ്തു? ഇസ്ലാമിനെ സാധാരണ മുള്ളുകൊണ്ട് എടുക്കാറില്ലേ? ഇസ്ലാമിനെതിരെ വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്ത ആളുകൾ അവസാനമൊക്കെ പാടെന്ത് ചെയ്ത് കൂട്ടത്തിൽ മുസ്ലിമായി. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന ഇപ്പം ഇന്ത്യ രാജ്യത്ത് തന്നെ ഈ നരേന്ദ്രമോദിനെ അമിത്ഷാ ഓലൊക്കെ മുസ്ലിമാക്കിയാൽ അള്ളാഹ് കഴിയൂലേ? ഓർക്ക് ഹിദായത്ത് കൊടുത്താൽ പോരെ? മനസ്സിലായില്ലേ? അപ്പം അത് അള്ളാഹുവിൻ്റെ ചില സുന്നത്തുകളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും പിന്നെ ഫിറഔനോട് പോലും മൂസാ നമ്മൾ താഹ പറഞ്ഞല്ലോ, ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാന. സോഫ്റ്റായിട്ട് പറയും. ചിലപ്പോൾ മുപ്പര് ചിന്തിച്ചാലോ. ഫിറൗൻ അന റബ്ബുക്കുമുല എന്ന് പറഞ്ഞ ഫിറൗനെ പറ്റിയാണെന്ന് പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റെ സുന്നത്തുകൾ ഇപ്പം നിങ്ങൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്ന ആളല്ലേ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ? ആ ഉമർ റളിയല്ലാഹുവിനെ കൊണ്ടല്ലേ ഇസ്ലാമിന് വിജയം ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലതവണ വധിക്കാനും പലതവണ എതിർക്കാനും വന്ന ആളാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് എത്ര വിജയം ഇസ്ലാമിനുണ്ട്. അബൂ സുഫിയാനെ കൊണ്ട് എത്ര ഇസ്ലാമിന് വിജയം ഉണ്ടായി. ശരിയല്ലേ? ഹംസ റളിയല്ലാഹുവിനെ കൊന്ന ആളാണ് വഹ്ശി. ആ വഹ്ശിയാണ് ആര് കൊല്ലണം? പിന്നെ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലണം. അപ്പോൾ അതൊക്കെ അള്ളാഹിൻ്റെ ഒരു പിന്നെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കൊന്ന ഒരാൾ തന്നെയാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാളെയും കൊന്നത്. അള്ളാഹിൻ്റെ സുന്നത്ത് അങ്ങനെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ ദീന് നമ്മളിങ്ങനെ താങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട്, ഞാനൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാവില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. നമ്മളെ കൊണ്ട് ഇസ്ലാം നിൽക്കില്ല, നമ്മൾ ഇസ്ലാമിനെ കൊണ്ട് നിൽക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലല്ലേ? നമ്മൾ ഇസ്ലാമിനെ കൊണ്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ഇസ്ലാം നമ്മളെ കൊണ്ടല്ല. ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ എന്തേക്കാരവസ്ഥ. അങ്ങനെ നമ്മളൊന്നും ഉണ്ടായി നമ്മളില്ലാന്നുണ്ടാവുള്ളൂ, അല്ലാതെ ഇസ്ലാം എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതാണ് അഫഹുമുൽ ഗാലിബൂൻ, അപ്പോൾ അവർ അതിജയിക്കുന്നവരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീനെ സംബന്ധിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇന്നമാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തീർച്ചയായും, മാത്രം. ഇന്നമാ
എന്ന് പറഞ്ഞാൽ മാത്രം നടത്തും. ഇന്ന പിന്നെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. ഈ മാ എന്ന് പറഞ്ഞാൽ മാ നാസിഖ എന്ന് പറയാം. മാ നാസിഖ എന്ന് പറയാം. നാസിഖ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇന്നൻ്റെ അമൽ ബാത്തിലാക്കും. ഇന്നെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? തീർച്ചയായും. ഇപ്പൊ നോക്കിക്കോ, ഇന്നൽ മുസ്ലിമീന എന്ന് പറയാം. ഇന്നൽ മുസ്ലിമീന. കാരണം ഇന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇസ്മിന് നസ്ബ് കൊടുക്കണം എന്നാ. ഇന്നൽ ഔലാദ് ഇന്നല്ലാഹ എന്നല്ല പറയാം. ഇന്നല്ലാഹ ഗഫൂർ റഹീം. ഞാൻ അത് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിക്കോ, ഇന്നല്ലാഹ എന്നല്ല ഇവിടെ പറയാം നമ്മള്. ഇന്നല്ലാഹ എന്നല്ല പറയാ അല്ലേ? ഇന്നല്ലാഹ ഗഫൂർ. അതേ സമയത്ത് ഇനി ഈ ഇന്നയുടെ കൂടെ മാ നാസിഖ ചേർന്ന് കൂട്ടിക്കൂടി. ഇപ്പൊ ഇന്നമാന്നായി. അപ്പൊ എന്താ പറയാ അറിയോ? ഇന്നമല്ലാഹ എന്നല്ല പറയാ. എന്താ പറയാ? ഇന്നമല്ലാഹു ഗഫൂറുൻ. കാരണം ഈ ഇന്നയുടെ അമൽ എന്ത് ചെയ്തു? ഖലാസ്, ഇന്നൻ്റെ അമല് പോയി എന്ന് പറഞ്ഞാൽ അമല മനസ്സിലായില്ലേ? അതായത് ഇന്ന വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് എന്ത് ചെയ്യും? നസ്ബ് കൊടുക്കുന്നു. നസ്ബ് എന്ന് പറയാ ഇന്നല്ലാഹ എന്ന് പറയാം. പക്ഷെ ഈ മാ അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നൻ്റെ അമലെന്തായി? ക്യാൻസലായി. അത് നാസിഖ. നാസിഖ എന്ന് പറഞ്ഞാൽ ബാത്തിലാക്കണം അർത്ഥം. പിന്നെന്താ പറയുക? ഇന്നമല്ലാഹു എന്ന് പറയാം. ഇന്നമല്ലാഹു എന്ന് പറയാം. ഇന്നമല്ലാഹ എന്നല്ല, ഇന്നമല്ലാഹു. അപ്പൊ ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും എന്നല്ല അർത്ഥം, മാത്രം എന്നർത്ഥം, മാത്രം എന്നർത്ഥം. അമ്മ ഇല്ലെങ്കിലാണ് എന്തുണ്ടാകുക? തീർച്ചയായും അർത്ഥം, തൗക്കീദ്. ഇതിന് ഹസർ എന്ന് പറയാം. ഇന്നമ എന്നുള്ള എന്താണ് പറയാ? ഹസർ എന്നാണ് പറയാം. ഹസർ. ഇന്ന എന്നുള്ളത് എന്താ പറയാ? തൗക്കീദ്. ഇന്ന തൗക്കീദിനാണ്, ഇന്നമ ഹസറിനാണ്. ഇത് മാത്രം എന്നർത്ഥം, മറ്റേത് തീർച്ചയായും എന്നർത്ഥം. അവിടെ നോക്കിക്കോ, ഇന്നമ എന്ന് പറഞ്ഞ എന്താ? ഇന്നമ ഇത് മാത്രമാണ്. ഇന്നമ ഉന്തിർക്കും, ഞാൻ നിങ്ങളോട് താക്കീത് നൽകുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? ബിൽ വഹ്യി, വഹ്യ് കൊണ്ട് മാത്രമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളും പ്രവാചകന്റെ ദീനിയായ കാര്യങ്ങളുമൊക്കെ എല്ലാം വഹ്യാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആയത്താണ്. വേറെ ആയത്ത് നമുക്കറിയാം. അതെന്താണ്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു. നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തുൽ നജ്മിലെ ആയത്ത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു. അതിൻ്റെ സമാനമായ ഒരു ആയത്താണത്. പക്ഷേ ഈ ആയത്തധികം ആൾക്കാർ ഉദ്ധരിക്കലില്ല. എന്ന് പറയല്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി സ്പഷ്ടമായ ആയത്താണ് ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹ്യ്. അവിടെ ഇന്നമാ എന്ന് മാത്രം. ഞാൻ നിങ്ങളോടൊരു ദീനിൻ്റെ കാര്യം താക്കി നൽകുന്നുണ്ടെങ്കിൽ അതെന്ത് മാത്രമാണ്? വഹ്യ് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ വഹ്യ് ഇല്ലാതെ ഒരു ദീനിൻ്റെ കാര്യവും ഞാൻ എന്ത് ചെയ്യൂല? നിങ്ങളോട് സംസാരിക്കുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ദീനിയായ കാര്യങ്ങൾ സംസാരിച്ചാലും അതെന്തായിരിക്കും? വഹ്യായിരിക്കും. അതിന് സംശയമുണ്ടോ? അപ്പം ഇനി പിന്നെ അതിന് കുപ്പായത്തിന് നീളത്തിൻ്റെ വിഷയമാണെങ്കിലും, ഡ്രസ്സിന് നീളത്തിൻ്റെ വിഷയമാണെങ്കിലും, താടിയുടെ വിഷയമാണെങ്കിലും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിലും, സാമ്പത്തിക വിഷയമാണെങ്കിലും, കുടുംബമാണെങ്കിലും, ദീനാണെങ്കിലും, സുന്നത്തസ്കാരാണെങ്കിലും എല്ലാം വഹ്യാണ്. അപ്പം നമ്മൾ ഒരു ദീനിൻ്റെ ഒരു കാര്യത്തെ തട്ടിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ തട്ടണത്? ഒരു വഹ്യിനെ തട്ടണം. മനസ്സിലായത്? കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റിയുള്ള ഇന്നമ ഉൻദിറുക്കുമ്പിൽ വഹ്യ്, വഹ്യ് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒരു മുന്നറിയിപ്പ് നമ്മൾ അവഗണിച്ചാൽ അള്ളാഹിൻ്റെ ഒരു വഹ്യിനെ നമ്മൾ എന്ത് ചെയ്തു? തട്ടി. ഒരു വഹ്യിനെ തട്ടിയാൽ പിന്നെ ഞാൻ അടുത്ത വഹ്യ് തട്ടാൻ എന്തുണ്ടാവില്ല? പണ്ടുണ്ടാവില്ല. പിന്നെ അങ്ങനെ തട്ടി 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 അവസാനം ഒക്കെ തട്ടണേ അവസാനം പിന്നെ അതുണ്ടാവുള്ളൂ. അപ്പോൾ ദീനിൻ്റെ ഏത് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വഹ്യിൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹ്യിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ വഹ്യ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ചിലപ്പോൾ വഹ്യ് വന്നുകൊള്ളണം എന്നില്ല. പക്ഷെ വഹ്യിൻ്റെ ചില അടിസ്ഥാനങ്ങളുണ്ടാവും. ഇപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ
പല നിയമങ്ങളും അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ പല നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ നിയമങ്ങളുടെ ഇപ്പോൾ പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലൊരാൾ പിന്നെ രണ്ടാൾ ഒരു വയസ്സായ വാപ്പനിങ്ങനെ താങ്ങി പിടിച്ച് മക്കൾ നടക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ്? അപ്പം അയാൾ നേർച്ച ചേർന്നിട്ടുണ്ട്, നടക്കൂല, പിന്നെ നടന്ന് ഹജ്ജിന് പോകണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അയാൾ വാഹനപ്പുറത്ത് കയറാൻ പറയും, നടന്നുകൊണ്ട. അപ്പം അയാളുടെ വാഹനപ്പുറത്ത് കയറി ഹജ്ജിന് പോകണമെന്ന് പ്രവാചകന്റെ കൽപ്പന ദീനിയായ കൽപ്പനയാണല്ലോ, ദീനാണല്ലോ. പക്ഷെ അത് പറയാൻ പ്രവാചകന് വഹി കാത്തു നിൽക്കണോ? ആണോ? വേണ്ട. എന്നാൽ അതും വഹിയല്ലേ? ആണ്. ഏത് വഹി എന്നറിയാം? ഇപ്പം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അതൊരു വഹിയാണല്ലോ. അപ്പം ആ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ ഇത് പറയണത്. ദീൻ എന്ത് പറഞ്ഞാലും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? വഹീൻ്റെ അടിസ്ഥാനം. പക്ഷെ അത് അപ്പം വഹി ഇറങ്ങണമെന്നില്ല. അത് പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതിൻ്റെ വിശ്വാസം ദീനിൻ്റെ കാര്യം അപ്പം പറയുകയാണെങ്കിൽ അപ്പം തന്നെ ജീവിതത്തിൽ വരണമെന്നില്ല. നേരെ വെച്ച് മുമ്പ് പറഞ്ഞ വഹീൻ്റെ അടിസ്ഥാനത്തിലും പ്രവാചകൻ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ സംസാരിക്കും. അപ്പോഴും അതിൻ്റെ ബേസ് തന്നെയാണ് വഹീൻ. അതേപോലെ തന്നെ പിന്നെ ഒരാൾ എന്താ പറയുക, പിന്നെ തണൽ എന്താ പറയുക, ഒരാൾക്കിങ്ങനെ വെയിൽ കൊള്ളുന്ന സഹാബത്തൊക്കെ ഇങ്ങനെ തണൽ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാളെന്താ വെച്ചാൽ യാത്രയിൽ നോമ്പെടുത്താണ്. നോമ്പ് മുറിക്കാൻ പറയും. അയാൾ നോമ്പ് മുറിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇത് പിന്നെ ബിർറിൽപ്പെട്ടതല്ല, അസ്യാം ഫി സഫർ, യാത്രയിൽ നോമ്പ് നിൽക്കുക എന്നുള്ളത് ഒരു പുണ്യത്തിൽപ്പെട്ടതല്ല, ഇങ്ങനെ ഇടങ്ങാറായിട്ട്. അതിന് അപ്പർ പറഞ്ഞ ഹദീസാണ്. പക്ഷെ ആ പറഞ്ഞ ഹദീസ് ഒരു വഹിയാകണമെന്നില്ല. പക്ഷെ ഏത് വഹിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ഇജ്തിഹാദ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പറയും. പക്ഷെ എന്നാൽ വഹി വരുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ പറയുന്ന സംസാരങ്ങളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, വഹീൻ്റെ അടിസ്ഥാനം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിഹാദി ആയിക്കൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുർആൻ്റെ സുന്നത്തിൻ്റെ റസൂലുള്ളാഹിക്ക് കിട്ടിയ വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി അതിലെന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയാൽ അപ്പം എന്ത് ചെയ്യും? അള്ളാഹ് തിരുത്തി കൊടുക്കും. നമുക്കറിയാം ബദറിൻ്റെ ബന്ദികൾ എന്ത് ചെയ്യണം. ബദർ ബന്ദികളെ പിടിച്ചല്ലോ, എന്ത് ചെയ്യണമെന്ന്. കാരണം ആദ്യമായിട്ടാണല്ലോ യുദ്ധം ഉണ്ടാണ്. അതിനു മുമ്പ് യുദ്ധമില്ലല്ലോ, അതിനു മുമ്പ് ഇസ്ലാമിന് ബന്ദികളും ഇല്ലല്ലോ. ബദറിലെ ബന്ദികളാണ് ആദ്യത്തെ ബന്ദികൾ. അപ്പം എന്ത് ചെയ്യണം? വഹയൊന്നും വന്നിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗവേഷണം നടത്താൻ, ഇജ്തിഹാദ് നടത്താൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. സാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിട്ടാണ് നബി, കുടുംബക്കാരില്ല. റസൂലുള്ളാഹി ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുള്ള ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താൻ പാടില്ല, ഇതിനുണ്ടാവുള്ളൂ, ഒക്കെ കൊത്തണം എന്ന് പറഞ്ഞു. പക്ഷെ നബിക്ക് ആരുടെ അഭിപ്രായത്തോടെ കൂടുതൽ? അബൂബക്കർ സിദ്ദീഖിൻ്റെ അഭിപ്രായത്തോടെ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചായ്വ് തോന്നി. നബി അവർ വിട്ടയച്ചു. അപ്പം ആയത്തിറങ്ങി, ചെയ്ത് ശരിയായില്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം സ്വീകരിക്കേണ്ടിന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിഹാദിൽ ഒരു അബദ്ധം സംഭവിച്ചപ്പോൾ അള്ളാഹു അവിടെ തിരുത്തി കൊടുത്തു. ഇനി അത് തിരുത്തിയിട്ടില്ലെങ്കിലോ അതായിരിക്കും ദീന്. മനസ്സിലല്ലേ? അപ്പം തിരുത്തി കൊടുത്താൽ മനസ്സിലാക്കാതെ എന്താണ്? അബദ്ധമാണ്. തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ ബന്ദികളെ വിട്ടയച്ചത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, അത് റസൂലുള്ളാഹിന്റെ ഇജ്തിഹാദാണ്. ആ റസൂൽ ഇജ്തിഹാദ് നടത്തിയതാണ് വഹീൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അഥവാ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളോട് കരുണ കാണിക്കണം, ആളുകളെ ഒരു നന്മ കാണിക്കണം എന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ എന്ത് ചെയ്ത് അവിടെ വിട്ടയച്ചത്. പക്ഷെ ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ നടത്തിയ ഇജ്തിഹാദ് എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അപ്പം എന്ത് ചെയ്തു? അള്ളാഹ് തിരുത്തി കൊടുക്കും. ഇനി തെറ്റിയിട്ടില്ലെങ്കിലോ അത് ദീനായിട്ട് എന്ത് ചെയ്യും? അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ ഏത് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിലും താക്കീത് നൽകുകയാണെങ്കിലും എല്ലാം വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വഹയില്ലാതെ പ്രവാചകൻ്റെ ഒരു ദീനിയായ സംസാരവും ഉണ്ടാവുകയില്ല. ഇത് നബിയെ നിങ്ങൾ ആളുകൾക്ക് പ്രഖ്യാപിച്ചു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്പോൾ ഈ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവാചകൻ സംസാരിച്ചാലും പക്ഷെ ഇതെല്ലാ ആളുകൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല. ഇപ്പോൾ വഹയൊന്നും ആയിട്ട് വഹയില്ലാഞ്ഞിട്ടല്ല,
അതും വലാ യസ്മഉ അസ്സുമ്മു, ചെവി കേൾക്കാത്തവൻ അത് കേൾക്കുകയില്ല. എന്ത് കേൾക്കൂല? അദ്ദുആ, വിളി. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രബോധനം ചെയ്യുന്ന റസൂലുള്ളാഹിൻ്റെ ആ വിളി ആര് കേൾക്കൂല? സുമ്മായിട്ടുള്ള ആളുകൾ. അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അർത്ഥം മാറിക്കഴിഞ്ഞാൽ, തലഫ്ഫുദ് മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. ഇവിടെ സുമ്മാണ്, സ്വാദ്. വേറെ സീനുണ്ട്, സുമ്മ്. ഈ സീൻ എന്താ? ഇത് വിഷാണ്. ഇത് സുമ്മ് എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവൻ. അതായത് പിന്നെ നമ്മൾ സാധാരണ ബദിരെന്നൊക്കെ പറയും, പൊട്ടെന്നൊക്കെ പറയില്ലേ, അതായത് ചെവി കേൾക്കാത്ത ആള്. അതെ. അപ്പോൾ ഒരു ചെവി കേൾക്കാത്തവൻ, ബദിരനായ ഒരാൾ ഒരിക്കലും വിളി കേൾക്കുകയില്ല. ഇദാ മാ യുൻദറൂൻ, എപ്പോൾ? അവർ താക്കീത് നൽകപ്പെടുമ്പോൾ. അന്തറ താക്കീത് കൊടുത്തെന്നർത്ഥം. യുൻദറു എന്ന് പറഞ്ഞാൽ അവർക്ക് താക്കീത് നൽകപ്പെടാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് താക്കീതും കൊടുക്കണത്. ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹീ എന്നറിയില്ലേ? ഈ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുക്കണമെന്നും ആർക്ക് കേട്ടോളന്നില്ല? ഈ ചെവി കേൾക്കാത്ത പൊട്ടന്മാർ കേൾക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ ചെവി കേൾക്കാത്ത ഉദ്ദേശം എന്താ? അത് വേറെ സ്ഥലത്ത് പറഞ്ഞ് ലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവി ഉണ്ട്, പക്ഷെ ചെവി കൊണ്ട് എന്ത് ചെയ്യണില്ല? കേൾക്കണില്ല. കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ സംസാരം കേൾക്കണില്ല എന്നല്ല, കേൾക്കേണ്ടത് കേൾക്കൂല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകൻ വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതും അവരെ വിളിക്കുന്നതും യഥാർത്ഥത്തിൽ ആർക്ക് കേൾക്കാൻ കഴിയില്ല? ഒരു സുമ്മായിട്ടുള്ള, ഒരു ബധിരനായ, ഒരു ചെവി കേൾക്കാത്ത മനുഷ്യന് കേൾക്കാൻ സാധിക്കുകയില്ല. അപ്പം ചെവി ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഒരാൾക്ക് ഹക്ക് കേൾക്കാൻ മാത്രമല്ല തൗഫീക്ക് ഉണ്ടാകേണ്ടത്, ആ ഹക്ക് കേട്ടിട്ട് എന്ത് ചെയ്യണം? പിന്നെ നബി പറഞ്ഞ കൂല് കേൾക്കണ്ടല്ലോ, ഇല്ലേ? ചെവി കേൾക്കാതെ പൊട്ടന്മാരൊന്നുമില്ലല്ലോ. ഇപ്പം നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഇസ്ലാമിനെ സംബന്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. പക്ഷെ ആ കേട്ടത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അതവിടെ പറഞ്ഞു ഇദാമയുന്തറൂൻ, അവർക്ക് വഹി നൽകപ്പെടുന്ന കാര്യത്തിൽ റസൂൽ അവർക്ക് താക്കീത് കൊടുത്താലും ആ താക്കീത് അവർ സുമ്മാണെങ്കിൽ കേൾക്കൂല, അഥവാ ചെവി പൊട്ടനാണെങ്കിൽ കേൾക്കൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ബഖറ തുടക്കത്തിൽ കപട വിശ്വാസികളെ പറ്റി പറഞ്ഞ സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യബ്സറൂൻ. പിന്നെ പറഞ്ഞ ഖതമല്ലാഹു അലാ ഖുലൂബി. ഇതെപ്പോഴാണ് കേൾക്കാതിരിക്കുക വെച്ചാൽ, ഇവിടെ അങ്ങോട്ട് സീല് വീണാൽ പിന്നെ എന്തെന്നെ പറഞ്ഞിട്ട് കേൾക്കില്ല. അത് കേൾക്കാനുള്ള മനസ്സും ഉണ്ടാവില്ല. ഇനി കേട്ടാലും ഇവിടുക്കെന്ത് ചെയ്യില്ല? ഇറങ്ങാനും കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തിരിച്ചു. അതാ ഇന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി എന്ന് പറഞ്ഞല്ലോ. ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ എന്തെയും ഒരു മറാണ്. ഓന് ആയത്തൊക്കെ ഇങ്ങനെ കാണും, കുലിന്നമ ഉൻദിറുക്കും ബിൽ വഹീ, ഞാൻ ഹദീസ് തട്ടും ചെയ്യും. അപ്പം ആയത്ത് കാണാനിട്ടല്ല, ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും കണ്ണിൻ്റെയും ഇടയിൽ ഒരു മറ ഇടുകയാണല്ല. കണ്ണ് കാണുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്, പക്ഷെ പിടിക്കണം തീയണില്ല, ഇറങ്ങണില്ല. ഇതുപോലെ ചെവി കേൾക്കുന്നുണ്ട്, നബി പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആ കേട്ടിട്ട് പിടിക്കണ ഇറങ്ങണില്ല. അതിനല്ലാതെ തൗഫീക്ക് വേണം. ശരിയല്ലേ? കാരണം അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ള ആ നിഅമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. മനസ്സിലല്ലേ? അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു നിഅമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അതേസമയത്ത് ദുനിയാവ് അള്ളാഹ് ആർക്കും എന്ത് ചെയ്യും? കൊടുക്കും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇബിലീസ് എന്നുണ്ട്? ഇബിലീസ് എന്നുണ്ട്? ആദനബിൻ്റെ മുമ്പില്ലേ? ഇല്ലേ? ആദനബിൻ്റെ മുമ്പ് ആരുണ്ട്? ഇബിലീസ് ഉണ്ട്. ആദനബി മരിച്ചോ? മരിച്ചു. ആദനബിൻ്റെ ആ പ്രവാചക പരമ്പരയിൽ അവസാനത്തെ ആളാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി മരിച്ചു. ഇബിലീസ് മരിച്ചോ? ഇബ്ലീസിന് ദുനിയാവ് പ്രവാചകന്മാർക്ക് പോലും കിട്ടാത്ത ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു നിഅമത്ത് എന്ന് പറഞ്ഞുകൂടാ, എന്നാലും
ഇത്രയും ദീർഘമായ ആയുസ്സല്ലേ അമ്പിയാക്കന്മാർ കിട്ടിക്കണോ? ഇല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടാത്ത നിഅമത്തുകൾ ഫിറൗന് കിട്ടിയിട്ടില്ലേ? ഖാറൂന് കിട്ടിയിട്ടില്ലേ? ഹാമാന് കിട്ടിയിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാത്ത നിഅമത്തുകൾ കിസ്റക്കും കൈസറിനും റോമും കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ദുനിയാവാണ്. ദുനിയാവ് അള്ളാഹ് ഏത് ഇബ്ലീസിനും കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കുന്നു. മാത്രമല്ല അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്നേക്കാളും കൂടുതലും കൊടുക്കും. കാരണം ഈ ദുനിയാവ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്ര വിലയേ ഉള്ളൂ. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് എല്ലാവർക്കും കൊടുക്കുമോ? കൊടുക്കില്ല. ദീൻ അള്ളാഹു ഉദ്ദേശിച്ചവർക്കെല്ലാം എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് യഹ്ദി മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹ് ഹിദായത്ത് കൊടുക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓന് ദുനിയാവ് ഒന്നും കിട്ടിയില്ല നോട്ടിക്കോളും, എന്നാലും ദീന് കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിനും കൊടുക്കണതാണ് അള്ളാഹ്, മനസ്സിലല്ലേ? അത് ഏത് കാഫിറിനും കൊടുക്കണതാണ്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരാതിയില്ല നമുക്ക്. പക്ഷെ ദീന് കിട്ടിയാൽ, ദീന് കിട്ടാഞ്ഞാലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ടാണ് ദീൻ അന്ന് ഉദ്ദേശിക്കുന്നവർക്കേ അന്ന് കൊടുക്കുള്ളൂ, അമ്പിയാക്കന്മാർക്കും അവൻ്റെ പാത പിൻപറ്റിയവർക്ക് കൊടുക്കുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്. ഇത് ദീന് കിട്ടണമെങ്കിൽ ഇത് കേട്ടിട്ട് മനസ്സിലാക്കാനുള്ളൊരു തൗഫീഖ് അതാണ് കൊടുക്കണം. അതായത് കേട്ടോണ്ട് കാര്യമില്ല. കുറേ വേദമിട്ടിട്ട് നന്നാവില്ല. വേദമിട്ട് നന്നാക്കണമെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർ എന്നാണ്ടേ. കേൾക്കാത്ത വേദമുണ്ട് ദുനിയാവില്, മനസ്സിലല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു മൈക്ക് ഓപ്പറേറ്റർ ഞാൻ കണ്ടില്ല വേദമിട്ട് എന്നായത്. ഇവിടെ ഉണ്ടോ? അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ഒരാളെങ്കിലും ഇട്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആ വാക്ക് പിൻവലിച്ചു. അൽഹംദുലില്ലാ. അത് ചിലപ്പോൾ അള്ളാഹു, സാധാരണ പൊതുവെ എന്താ പറയുന്നത്, പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നന്നാവും. അൽഹംദുലില്ലാ. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുക. ചില സംഗതികൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക, ആളുകൾ ചിന്തിക്കുക, ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം അതായിരിക്കാം. അപ്പൊ അതാണ് വലാ യസ്മഉ സുമ്മു ദുആ ഇദാ മാ യുൻദറൂൻ. അവർക്ക് നൽകപ്പെടുന്ന താക്കീതുകളെ ഈ സുമ്മുകളാണെങ്കിൽ, അസമ്മുകളാണെങ്കിൽ അവർക്ക് കേൾക്കൂല. ഇവിടെ ശരിക്കും ഒരു കാര്യകാരണം കൂടി ഉണ്ട്. ഇവിടെ ഒരു സംഗതി കേൾക്കണമെങ്കിൽ ഓൻ എന്ത് ചെയ്യാൻ പാടില്ല? ചെവി കേൾക്കാത്തവനാൻ പാടില്ല. ചെവി കേൾക്കണമല്ലേ കേൾക്കുള്ളൂ. ഇവിടെ ചെവി കേൾക്കാത്തവൻ കേൾക്കൂല എന്നതാ പറയാൻ കാരണം എന്താ? ഇതൊരു മാനവിയാണെന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ കേൾവിയാണ്. യഥാർത്ഥത്തിലുള്ളതും ഇത് തന്നെയാണല്ലോ. ചെവി പൊട്ടൻ ചെവി കേൾക്കുമോ? ചെവി ഉണ്ടായതുകൊണ്ട് കേൾക്കുമോ? ഇല്ലല്ലോ. അപ്പം അതിനുള്ള കാര്യകാരണം ദുനിയാവിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അവന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ താക്കീത് കൊടുത്താലും അത് കേൾക്കാനും മനസ്സിലാക്കാനും അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ നിലകൊള്ളാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ലോകത്തോട് പറയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.